എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നമുക്കൊരു കഥ കേട്ടാലോ? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സ്വയം എങ്ങനെയോ അതുപോലെ ജീവിക്കുക. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ തോട്ടത്തിലെ മരങ്ങളെയും ചെടികളെയും പൂക്കളെയും ഒക്കെ കാണാനായി തോട്ടത്തിലെത്തി. പെട്ടെന്ന് നോക്കിയപ്പോൾ മരങ്ങളെല്ലാം കരിഞ്ഞിരിക്കുന്നു. രാജാവ് സങ്കടത്തോടെ കറുവേൽ മരത്തിനോട് ചോദിച്ചു, കറുവേൽ മരമേ, നീ എന്താണ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? അപ്പോൾ കറുവേൽ മരം പറഞ്ഞു, എനിക്ക് ദേവദാരു മരത്തെ പോലെ വലുതായി വളരാൻ പറ്റില്ല. രാജാവ് വേഗം ദേവദാരു മരത്തിൻ്റെ അടുത്തെത്തി. താഴെ വീണു കിടക്കുന്ന ദേവദാരു മരത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നത്? അപ്പോൾ ദേവദാരു പറഞ്ഞു, എനിക്ക് മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിവള്ളികൾ പോലെ മുന്തിരിങ്ങ തരാൻ പറ്റില്ല. രാജാവ് വേഗം മുന്തിരിത്തോട്ടത്തിലെത്തി. കരിഞ്ഞുണങ്ങിയിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് ചോദിച്ചു, മുന്തിരിവള്ളികളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? അപ്പോൾ മുന്തിരിവള്ളികൾ പറഞ്ഞു, എനിക്ക് രാജാവിനെ പോലെ നിവർന്നു നിൽക്കുവാൻ പറ്റില്ല. ഒടുവിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ചെടിയെ രാജാവ് കണ്ടു. എല്ലാവരും കരഞ്ഞു നിൽക്കുമ്പോൾ നീ മാത്രം എന്താ ഇത്ര സന്തോഷത്തോടെ നിൽക്കുന്നതെന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ചെടി പറഞ്ഞു, അത് തികച്ചും സ്വാഭാവികമാണ്. അങ്ങ് എന്നെ സന്തോഷത്തിന് വേണ്ടി നട്ടു വളർത്തി. അതുകൊണ്ട് എന്നാലാവും വിധം ഞാൻ പരിശ്രമിച്ച് എൻ്റെ നല്ല ഗുണങ്ങളെ ഞാൻ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഞാനല്ലാതെ ഒരു കറുവേലോ ദേവദാരുവോ ഒരു മുന്തിരിവള്ളിയോ ആവാൻ സാധിക്കില്ല. അപ്പോൾ രാജാവിന് സന്തോഷമായി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാം സ്വന്തം ഗുണങ്ങളെ കാണണം, മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുതേ. നാം വളരുന്നതും നശിക്കുന്നതും നമ്മുടെ കയ്യിലാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഗുണങ്ങളും കഴിവുകളും ഉണ്ട്. ഏതോ ഒരു ഉദ്ദേശത്തോടെയാണ് നാം ഈ ലോകത്ത് വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കി സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചും നാമും സന്തുഷ്ടരായി മറ്റുള്ളവർക്കും സന്തോഷം പകരണം. നന്ദി, നമസ്കാരം.